ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യക്കൊപ്പം വിളമ്പുന്ന കൂട്ടുകറിയാണ്. സദ്യക്ക് ഒഴിച്ചുകൂടാത്ത ഒരു വിഭവമാണ് കൂട്ടുകറി. ഒട്ടുമിക്ക ആളുകൾക്കും വളരെ പ്രിയപ്പെട്ട ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ സ്വാദിഷ്ടമായ നമ്മുടെ കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് കടല ഇവിടെ തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇത് മുങ്ങാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ വന്നാൽ മതിയാവും. നമ്മുടെ കടൽ നല്ലോണം വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചക്കായ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പകുതി കുമ്പോളം ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേനയും കൂടി ചേർത്ത് കൊടുക്കും. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. പിന്നെ ഒരു ചെറിയ പീസ് വെല്ലം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമ്മുടെ കുമ്പളവും പച്ചക്കായൊക്കെ നല്ലവണ്ണം വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 5 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ലവണ്ണം ഒന്നും അരയരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിതവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തതും ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വന്നാൽ പിന്നെ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉഴുന്നും കൂടി പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റമുളകും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടും ഒരു 1/2 കപ്പ് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റ് നമ്മുടെ കൂട്ടുകറിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കായും കുമ്പളങ്ങൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരൊന്ന് വറ്റി കുറുക്കിയെടുക്കാം. അപ്പോൾ നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് കുറുകിയിടുന്നവർ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഏകദേശം ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് നമ്മുടെ ഈ കൂട്ടുകറി. ഒട്ടുമിക്ക ആളുകൾക്കും വളരെ പ്രിയപ്പെട്ടൊരു വിഭവം കൂടിയാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കൂട്ടുകറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.